Hi everyone, welcome back to my classroom. Today we are going to discuss about abnormal gain. What is the meaning of abnormal gain? What is the treatment of abnormal gain in process account? And with an example. Okay. Abnormal gain meaning. Sometimes the actual loss or wastage in the process is less than expected normal loss. In this case, the difference between actual loss and expected loss is known as abnormal gain. The abnormal gain is also called abnormal effective. In other words, when actual production is more than normal output, the difference is called abnormal gain. Abnormal gain ആണ് കേട്ടോ, GAIN. ഓക്കെ, അപ്പോൾ എന്താണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ? അബ്നോർമൽ ലോസ് എന്തായിരുന്നു? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസിനേക്കാൾ കൂടുതൽ ലോസ് വരികയാണെങ്കിൽ അവിടെ അബ്നോർമൽ ലോസാണ് വരിക. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് അതിലും താഴെയാണ് വന്നതെങ്കിൽ അവിടെയാണ് അബ്നോർമൽ ഗെയിൻ വരിക. ആക്ച്വൽ ലോസ് ഓർ വേസ്റ്റേജ് ഇൻ ദി പ്രോസസ് ഇസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നോർമൽ ലോസ് എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവാണ് ശരിക്കും സംഭവിച്ച ലോസ്. ആക്ച്വൽ ലോസ് ഓർ വേസ്റ്റേജ് ഇൻ ദി പ്രോസസ് ഈസ് ലെസ് ദാൻ. ശരിക്കും സംഭവിച്ച ലോസ് എന്ന് പറയുന്നത് ചെറുതാണ് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? നോർമൽ ലോസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഏത് വരുന്നത്? അബ്നോർമൽ ഗെയിൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 100 യൂണിറ്റ് നോർമൽ ലോസ് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ അവിടെ 80 യൂണിറ്റ് നോർമൽ ലോസ് വന്നുള്ളൂ. അപ്പോൾ 20 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അബ്നോർമൽ ഗെയിനാണ്, പ്രതീക്ഷിക്കാതെ വരുന്ന ഗെയിനാണ്. ഇൻ ദിസ് കേസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ലോസ് ആൻഡ് എക്സ്പെക്റ്റഡ് ലോസ് ഈസ് നോൺ ആസ് അബ്നോർമൽ ഗെയിൻ. അതായത് ശരിക്കും സംഭവിച്ച ലോസ് എന്ന് പറയുന്നത് 80 ആണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് 100 ആണ്. അപ്പോഴോ അവിടെ എന്താ സംഭവിച്ചത്? അത് രണ്ടും നമ്മൾ ആ ഡിഫറൻസിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. അബ്നോർമൽ ഗെയിനിനെ നമ്മൾ അബ്നോർമൽ എഫക്റ്റീവ് എന്ന് കൂടെ വിളിക്കാറുണ്ട് കേട്ടോ. അബ്നോർമൽ ഗെയിനിൻ്റെ വേറൊരു പേരാണ് അബ്നോർമൽ എഫക്റ്റീവ്. ഓക്കെ, നോട്ട് ചെയ്യുക. ഇൻ അതർ വേർഡ്സ്, വെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദി നോർമൽ ഔട്ട്പുട്ട്, ദ ഡിഫറൻസ് ഈസ് കോൾഡ് അബ്നോർമൽ ഗെയിൻ. നമ്മൾ ശരിക്കും 1800 അല്ലെങ്കിൽ 1200 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1200 ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് നോക്കുമ്പോൾ 1250 വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ 50 നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ഗെയിൻ വന്നതാണ്, പ്രതീക്ഷിക്കാതെ നമുക്കൊരു നേട്ടം ഉണ്ടായതാണ്. നമ്മൾ ശരിക്കും 1200 എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് എത്ര ഔട്ട്പുട്ട് വന്നത്? 1250 വന്നു. എന്ന് വെച്ചാൽ 50 അവിടെ അധികം വന്നു. ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ. ഫോർ എക്സാമ്പിൾ, 100 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രോസസ്. ഒരു പ്രോസസ്സിൽ 100 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോർമൽ ലോസ് എസ്റ്റിമേറ്റഡ് ടു ബി 5%. ഓക്കെ, ദാറ്റ് ഈസ് ആ ഇൻപുട്ടിൻ്റെ 5% ആണ് നമ്മൾ ലോസ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 യൂണിറ്റ് അവിടെ ലോസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. 100 × 5% എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ് നമ്മൾ ലോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സപ്പോസ് ഔട്ട്പുട്ട് ഈസ് 97 യൂണിറ്റ്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എത്രയാണ് വന്ന്? 97 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5 അല്ലേ? അപ്പോൾ 100 5 ലോസ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ നമുക്ക് ശരിക്കും വരേണ്ടത് 95 യൂണിറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ 97 യൂണിറ്റാണ് വന്നത്. ഹിയർ ദ 5 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് ദ 5% ഓഫ് 100 യൂണിറ്റ് ഈസ് ദ നോർമൽ ലോസ്. ഇവിടെ നോർമൽ ലോസ് പറയുന്നത് 100 യൂണിറ്റ് ഇൻപുട്ടിൻ്റെ 5% ആയിട്ടുള്ള 5 യൂണിറ്റാണ് നോർമൽ ലോസ്. ബട്ട് ആക്ച്വൽ ലോസ് ഓൺലി 3 യൂണിറ്റ്സ് ബിക്കോസ് ഹിയർ ഔട്ട്പുട്ട് ഈസ് 97. ഔട്ട്പുട്ട് 97 എന്ന് പറയുമ്പോൾ 100 മൈനസ് 97. 100 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, ആക്ച്വൽ 97 അവിടെ 3 യൂണിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. That is, the actual loss is 3 units because the actual output is 97 units. This abnormal gain is 2 unit. ഇവിടെ abnormal gain എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്? 2 this ആണ് കേട്ടോ. This abnormal gain is 2 units. That means ഇവിടെ 5 യൂണിറ്റ്സ് നോർമൽ ലോസ് എക്സ്പെക്റ്റ് ചെയ്തതിൽ ശരിക്കും സംഭവിച്ചത്
3 യൂണിറ്റ്സ് മാത്രമാണ്. ബാക്കിയുള്ള എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടിയ ആ 2 യൂണിറ്റ്, അതാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. Alternatively, the actual output 97 units is greater than normal output 95 unit. 95 യൂണിറ്റ് നമ്മൾ നോർമൽ ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ നമുക്ക് വന്നത് 97 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? അബ്നോർമൽ ഗെയിൻ. ഓക്കെ, നെക്സ്റ്റ് treatment, accounting treatment of abnormal gain. The value of abnormal gain is credited to process account and debited to abnormal gain account. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ നമുക്ക് ക്രെഡിറ്റ് ചെയ്യണം പ്രോസസ് അക്കൗണ്ടിൽ, ആൻഡ് ഡെബിറ്റഡ് ടു അബ്നോർമൽ, പ്രോസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെബിറ്റും ചെയ്യണം. ഓക്കെ, ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ്, വാല്യൂ ഓഫ് സ്ക്രാപ്പ് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ഇൻറ്റു വാല്യൂ സ്ക്രാപ്പ് വാല്യൂ പെർ യൂണിറ്റ്. അബ്നോർമൽ ഗെയിൻ എത്ര യൂണിറ്റ് ആണോ അത് ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, അതാണ് ആ യൂണിറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെബിറ്റഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ആ വാല്യൂ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ആ വാല്യൂ ഉപയോഗിച്ചിട്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. നോർമൽ ലോസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് ഇൻകം ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ സംഭവിച്ചതുകൊണ്ട് നമുക്ക് അത്രയും യൂണിറ്റിൻ്റെ സ്ക്രാപ്പ് സെയിൽ ചെയ്ത് അവിടെ വാല്യൂ കിട്ടുന്നില്ല. അതാണ് നോർമൽ ലോസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യണത്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നോർമൽ ലോസിൽ ഇത്ര യൂണിറ്റ് ലോസായി പോവും, അതിൽ നിന്ന് ഇത്ര വാല്യൂ നമുക്ക് സ്ക്രാപ്പ് സെയിൽ ചെയ്ത് എത്ര കിട്ടും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നില്ലല്ലോ, അതാണ്. അൾട്ടിമേറ്റ്ലി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. നമ്മൾ ലാസ്റ്റ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യില്ലേ, ആ ക്ലോസ് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാലൻസിങ് ഫിഗർ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടെ മനസ്സിലാവാൻ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് കൊടുക്കണം, ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ഈ ജേണൽ എൻട്രി എങ്ങനെ കാണിക്കുക? പ്രോസസ് അക്കൗണ്ടിൽ പ്രോസസ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം കേട്ടോ. പ്രോസസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ടു അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ എൻട്രി കാണിക്കാം. ദെൻ അത് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ ആണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇനി ലോസ് ഓഫ് ഇൻകം ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ കാരണം അവിടെ ഇൻകം ലോസ് ആയില്ലേ, സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, ആ ലോസ് ആയില്ലേ. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പോൾ നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും നമ്മൾ, അതിൽ ബൈ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ടു നോർമൽ ലോസ് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യണം. ഓക്കെ, ദെൻ ഫോർ ക്ലോസിങ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞത്? ആദ്യം അതിൻ്റെ അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും, എത്ര ഗെയിൻ ആണോ ഉണ്ടായതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് പ്രോസസ് അക്കൗണ്ടിൽ ടു അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ബൈ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ ലോസ് ഓഫ് ഇൻകം, സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് എങ്ങാനും കിട്ടേണ്ടതായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല, ലോസായി പോയി. ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ് അക്കൗണ്ട്. നോർമൽ ലോസ് അക്കൗണ്ടിൽ ബൈ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അബ്നോർമൽ ഗെയിനിൽ ടു നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. Then for closing the abnormal gain account, that should be transferred to costing profit and loss account. Abnormal gain account debtor to costing P and L account അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണം. ഇനി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. എത്രയാണോ നോർമൽ കോസ്റ്റ്, നോർമൽ ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് എത്രയാണോ വന്നിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്രയാണോ വന്നിട്ടുള്ളത് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ ഇപ്പോൾ 100 യൂണിറ്റാണ് ഗെയിൻ കിട്ടിയെന്ന് വിചാരിക്കുക. എത്രയാണോ യൂണിറ്റ് പ്രൈസ് നമുക്ക് കിട്ടുന്നത് അത് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എങ്ങനെ കാണുക?
ദാറ്റ് മീൻസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, പ്രോസസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്താൽ നമ്മൾക്ക് നോർമൽ കോസ്റ്റ്, നോർമൽ ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോർമൽ കോസ്റ്റ്, നോർമൽ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഡെബിറ്റ് സൈഡിലെ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്തിട്ട് അത് ക്രെഡിറ്റ് സൈഡിലുള്ള സ്ക്രാപ്പ് അക്കൗണ്ട് ലെസ് ചെയ്താൽ മതി. ദെൻ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ, അതെങ്ങനെ കിട്ടുക? അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ് എങ്ങനെ കിട്ടുക? ഇൻപുട്ട് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ നോർമൽ ലോസും ആക്ച്വൽ ഔട്ട്പുട്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നോർമൽ ലോസ് ഇപ്പോൾ 100 യൂണിറ്റാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. 100 യൂണിറ്റാണ് നോർമൽ ലോസ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും സംഭവിച്ചത് 90 യൂണിറ്റ്സ് ആണ്. നോർമൽ മൈനസ് ആക്ച്വൽ, ദാറ്റ് ഈസ് 10 യൂണിറ്റോടെ അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ നോർമൽ ലോസിൽ നിന്ന് ശരിക്കുമുള്ള ലോസ് ലെസ് ചെയ്യുക. നോർമൽ ലോസ് മൈനസ് ആക്ച്വൽ ലോസ്. നോർമൽ ലോസ് നമ്മൾ സ്ക്രാപ്പ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാറില്ലേ? അതിൽ നിന്ന് ശരിയായ ലോസ് എത്രയാണോ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ കിട്ടും. അതല്ലെങ്കിൽ വാട്ട് ഈസ് ആക്ച്വൽ ഔട്ട്പുട്ട്, ശരിയായ ഔട്ട്പുട്ട് എത്രയാണ് മൈനസ് നോർമൽ ഔട്ട്പുട്ട്. ഇപ്പോൾ 1250 ആണ് ശരിക്കുള്ള യൂണിറ്റ്. പക്ഷേ നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ? 1200 എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ശരിക്കും എത്ര കിട്ടി? 1250 കിട്ടി. അപ്പോൾ 1250 മൈനസ് 1200 ദാറ്റ് ഈസ് ഈക്വൽ ടു അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ്. ഇനി നോർമൽ ഔട്ട്പുട്ട് എങ്ങനെ കാണാൻ നമുക്കറിയാം. എങ്ങനെ നോർമൽ ഔട്ട്പുട്ട് കാണാം? ശരിക്കുള്ള ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്യാം. ഓക്കെ, ശരിയായ ഇൻപുട്ട് എത്ര യൂണിറ്റ് ആണോ അതിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഏതിൻ്റെ ഫോർമാറ്റ്? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, സാധാരണ പോലെ അക്കൗണ്ട് വരയ്ക്കുക, യൂണിറ്റ് കോളം കൊടുക്കുക, റുപ്പീസ് കോളം കൊടുക്കുക. ഫസ്റ്റ് എൻട്രി ബൈ പ്രോസസ് അക്കൗണ്ട്. ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു ബൈ പ്രോസസ് അക്കൗണ്ടിനോട് കാണിക്കാം. രണ്ടാമത്തെ ലോസ് ഓഫ് ഇൻകം ആണ്. അത് നോർമൽ ലോസ് അക്കൗണ്ട് കിറ്റ് നോർമൽ ലോസ് പറഞ്ഞിട്ട് കാണിക്കുക. ലോസ് ഓഫ് ഇൻകം എത്രയാണെന്ന് കാണിക്കുക. യൂണിറ്റ് കാണിക്കണം, എത്രയാണ് അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് അത് കാണിക്കണം. എമൗണ്ട് നോർമൽ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്, സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്ന എമൗണ്ടാണ് എഴുതേണ്ടത്. കോസ്റ്റ് പി ആൻഡ് അക്കൗണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതും ഇതും തമ്മിലുള്ള വ്യത്യാസമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയൊരു ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് എ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 2000 kg മെറ്റീരിയൽ 5 രൂപ വെച്ചിട്ടാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റാണ് കേട്ടോ. ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സിൽ. ഇനി ഡയറക്റ്റ് വേജസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 900 ആണ്. PDF കറക്റ്റാക്കി തന്നോളാം ഞാൻ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 900 യൂണിറ്റ് ആണ്. അതിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 500 ആണ്. നോർമൽ ലോസ് 10% എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വേസ്റ്റേജ് എന്ന് പറയുന്നത് 3 രൂപയാണ് 1 kgക്ക് വിൽക്കുന്നത്. സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത്. ശരിക്കുള്ള ഔട്ട്പുട്ട് 1850 യൂണിറ്റ്സ് ആണ്. പ്രോസസ് 1 അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും വേണം. അബ്നോർമൽ ലോസോ അല്ലെങ്കിൽ ഗെയിൻ ഏതാണോ വരിക എന്നറിയില്ലല്ലോ, ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പ്രോസസ് അക്കൗണ്ട്. മെറ്റീരിയൽ നമ്മൾ പറയുന്നുണ്ട് ഇൻപുട്ട് 2000 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇല്ലേ? 2000 യൂണിറ്റാണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് നോക്കൂ 5 രൂപയാണ് അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് 1 kgക്ക്. അപ്പോൾ 2 × 5 എത്രയാണ് വരിക? 10 അല്ലേ വരിക? 2 × 5 എന്ന് പറയുന്നത് 10 അല്ലേ വരിക? അപ്പോൾ എത്ര നമ്മൾ എഴുതിയിട്ടുള്ളത് നോക്കൂ? 10,000. മെറ്റീരിയൽ കോസ്റ്റ് കിട്ടിയോ? 10,000. ഡയറക്റ്റ് വേജസ് കോസ്റ്റിൽ 900 എന്ന് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 500 എന്ന് പറയുന്നുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണ്? നോർമൽ ലോസ് എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യണത്? നോർമൽ ലോസ് പറയണത് 2000 യൂണിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. 10% എന്ന് പറയുമ്പോൾ 200 അല്ലേ? 10% ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 200 അല്ലേ? 2000-ൻ്റെ 10% 200 അല്ലേ? ഇനി സ്ക്രാപ്പ് എത്രയാണ് അന്ന് റിയലൈസ് ചെയ്യുന്നത് നോക്കൂ? 3 രൂപ വെച്ചിട്ടാണ് സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ 200 × 3 എന്ന് പറയുമ്പോൾ 600 അല്ലേ സ്ക്രാപ്പ് വാല്യൂ വരിക? അപ്പോൾ നമ്മൾ എല്ലാ എക്സ്പെൻസും എഴുതി, യൂണിറ്റ് എഴുതി, ഇതിൽ നിന്ന് നോർമൽ ലോസ് നമ്മൾ കണ്ടുപിടിച്ചു.
അതിൻ്റെ വാല്യൂ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ബാക്കിയുള്ളത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഇവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ആക്ച്വൽ ഔട്ട്പുട്ട് 1850 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ പ്രോസസ് ടു അക്കൗണ്ട് എഴുതി ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 1850. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1850 എവിടെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 2050 വരുന്നുണ്ട്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 50 കാണില്ല, 2000 വരുന്നുള്ളൂ. ബാക്കി എവിടെ പോയി? ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ. നമ്മൾ 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 200 യൂണിറ്റ് ലോസ് ആവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കി 1800 യൂണിറ്റ് അല്ലേ ഉണ്ടാവേണ്ടത്. പക്ഷെ 1850 യൂണിറ്റ് ഇല്ലേ, ആ 50 യൂണിറ്റ് എക്സ്ട്രാ അല്ലേ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലല്ലേ. അതാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ 200 ലോസ് ആയാൽ 1800 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 1850 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ആ 50 എന്ന് പറയുന്നത് ഇവിടെ എഴുതി ചേർക്കുക. ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 10,900 500 മൂന്നും കൂടെ ആഡ് ചെയ്യുക. മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ആണെങ്കിൽ ഈ 600 സ്ക്രാപ്പ് വാല്യൂ കൂടെ ലെസ് ചെയ്യാം. അപ്പോൾ ഈ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ മൂന്നും കൂടെ ടോട്ടൽ ചെയ്തിട്ട് ദാറ്റ് ഈസ് നോക്കൂ, മൂന്നും കൂടെ ടോട്ടൽ ചെയ്തിട്ട് അതൊന്ന് ഈ സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്യാം. അപ്പോൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടും. ഇനി നോർമൽ ഔട്ട്പുട്ട് കാണാം. നോർമൽ ഔട്ട്പുട്ട് അതിന് കാണാം 2000 യൂണിറ്റിൽ നിന്ന് 200 ലെസ് ചെയ്താൽ നോർമൽ ഔട്ട്പുട്ടായില്ലേ. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ഗെയിനിൻ്റെ ഈ വാല്യൂ കണ്ടുപിടിച്ചൂടെ? ഈ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയില്ലല്ലോ, വാല്യൂ എത്രയെന്ന് അറിയില്ലല്ലോ. 50 ദറ്റ് ഈസ് 50 യൂണിറ്റാണ് അബ്നോർമൽ ഗെയിൻ. നമുക്ക് മനസ്സിലായി അല്ലേ? അതായത് ആ 1800 ഇവിടെ എഴുതി. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ 2050 വന്നു. ഇവിടെ 2000 ഉള്ളൂ, 50 നമ്മളിവിടെ എഴുതി ചേർത്തു. 2050 ഇവിടെ ടോട്ടൽ ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഇവിടെ നമ്മൾ നേരത്തെ ടോട്ടൽ ചെയ്തു. ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻസും, ക്രെഡിറ്റ് സൈഡിൽ സ്ക്രാപ്പ് ലെസ് ചെയ്തു. അതേപോലെ ഔട്ട്പുട്ട് 2000 ആണെന്ന് നോർമൽ ലോസ് ലെസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 6 കിട്ടും. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് 6 രൂപ കിട്ടി. 6 into 50 that is equal to 300. 6 into 50 that is equal to 300. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എത്ര വാല്യൂ കിട്ടി? നമുക്ക് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ 300 കിട്ടി. 500 അതിൻ്റെ 300 നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയില്ല, 6 രൂപയല്ലേ. ഇനി ബാലൻസ് ചെയ്ത് നോക്കൂ. ബാലൻസ് ചെയ്യുമ്പോൾ ഈ 11,700 ഈ സൈഡിൽ ടോട്ടൽ വരില്ലേ? 11,700 ഇവിടെ ടോട്ടൽ വരും. 300 കൂടെ ആഡ് ചെയ്താൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക? സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ 11,100 കിട്ടി. ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ചെയ്യണ്ടേ? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ബൈ പ്രോസസ്സ് ഇതാദ്യം ചെയ്യുക. ബൈ പ്രോസസ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എഴുതേണ്ടത്? നമ്മൾ നേരത്തെ കണ്ടില്ലേ 50 യൂണിറ്റ് ഗെയിൻ, അതിൻ്റെ ശരിയായ വാല്യൂ അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 6 രൂപ വെച്ചിട്ട് കണ്ടുപിടിച്ചില്ലേ? അതെഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ആ ലോസ് നമ്മളിപ്പോൾ 50 യൂണിറ്റ് ശരിക്കും അബ്നോർമൽ ഗെയിൻ ഇല്ലായിരുന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിന് 3 രൂപ വെച്ച് വിൽക്കും അല്ലേ? നമ്മൾ സ്ക്രാപ്പ് വാല്യൂ പറയണത് 3 അല്ലേ? 3 രൂപ വെച്ച് വിൽക്കും. 3 രൂപ ഇൻറ്റു 50 യൂണിറ്റ് ആണെങ്കിൽ 150 രൂപ കിട്ടണമായിരുന്നു. അത് ലോസായിപ്പോയി. ഓക്കെ, അത് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ദാറ്റ് ഈസ് നോർമൽ ലോസ് എന്ന് പറയുന്നത് നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ 500 യൂണിറ്റ് ആണ്.
ആ അബ്നോർമൽ ഗെയിൻ ആയിട്ടുള്ള 500 യൂണിറ്റ് നോർമൽ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കാരണം എന്ത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വിറ്റാൽ ഒരു 150 രൂപ കിട്ടുന്നു, അത് കിട്ടിയില്ല, അതാണ് ലോസ് ആയത്. അപ്പോൾ 150 നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. ഇനി ബാക്കിയുള്ളത് അങ്ങോട്ട് എന്ത് ചെയ്യുക, കോസ്റ്റിംഗ് പിയാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 50 യൂണിറ്റ് കോളത്തിൽ ഡിഫറൻസ് ഇല്ല. എമൗണ്ട് കോളത്തിൽ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിട്ടില്ല, അതിൻ്റെ ശരിക്കുള്ള വാല്യൂ 300 രൂപയാണ്. പക്ഷേ അത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ, 150 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി 150 നമുക്ക് എന്താണ് നഷ്ടമാണ്. അത് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, കോസ്റ്റിംഗ് പിയാനിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇത് വർക്കിംഗ് നോട്ടാണ്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രോസസ് അക്കൗണ്ടിൽ ടോട്ടൽ എക്സ്പെൻസ് ആഡ് ചെയ്ത് സ്ക്രാപ്പ് ലെസ് ചെയ്യുക. സ്ക്രാപ്പ് ലെസ് ചെയ്തിട്ട് നോർമൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന കാര്യമാണ്. അതേപോലെ നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അബ്നോർമൽ ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 6 രൂപയാണ് ഒന്നിന് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. 6 രൂപ വെച്ചിട്ട് 1800 യൂണിറ്റ്, 1850 യൂണിറ്റാണ് ടോട്ടൽ വന്നിട്ട്. അതിൽ 50 യൂണിറ്റ് എന്താണ് അബ്നോർമൽ ഗെയിനാണ്, 300 രൂപയുടെ അബ്നോർമൽ ഗെയിനാണ്. ബാക്കിയുള്ളതാണ് 1800 × 6 വരുമ്പോൾ 10,800 അതിൻ്റെ കോസ്റ്റും വന്നു. ഓക്കെ, അപ്പോൾ ഇത് മാർക്കിനോട് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വീണ്ടും തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോസസ് അക്കൗണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മക്കളെ ചോദിക്കുക, ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.